അല്ല എന്തിനായിരിക്കും നമ്മുടെ അടുത്ത് കൊണ്ട് വരാൻ പറഞ്ഞത്? നീ ഇതെന്ത് വീണ്ടും വീണ്ടും ചോദിച്ചെന്ന് പറഞ്ഞ് എനിക്ക് അതിന് ഉത്തരം കിട്ടാൻ പോകണല്ലടേ. ചോദിച്ചെന്താണേ ചൂടെടുക്കുന്നത് കിട്ടുള്ളൂ കോപ്പ്. അല്ല എന്താണ് ഉദ്ദേശിച്ചത്? ഡീലിങ്സ് ഒക്കെ അല്ലേ അതുകൊണ്ട്. ഈ സ്ഥലം അത്ര വെടിപ്പ് സ്ഥലമൊന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ വെട്ടിക്കൊന്നേനെ ഇവിടെ ഇട്ട് കോപ്പ് പിടിക്കാൻ. ജോൺ 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 പുതിയ തളപതി. ഇവണ്ണ ഐസിന്ന് പറഞ്ഞി ജോണണ്ണൻ നാട്ടിലില്ല. ഞങ്ങൾ നിങ്ങൾ 4 ദിവസത്തേക്ക് സൂക്ഷിക്കണം. ഞങ്ങളുടെ അവിടെ അത്ര സേഫ് അല്ല. നിങ്ങളാകുമ്പോൾ ആരും സംശയിക്കുമല്ലോ. ഇത് വെച്ചോ പൈസ. ബാക്കി സാധനം എടുക്കാൻ ഓരോ തരാം. എന്താണ് സ്റ്റെപ്പാണോ? തുറന്നു നോക്കാൻ ഒരു തരാണ്. അതുള്ളി വെച്ചാൽ മതി. ഇതിനെപ്പറ്റി പുറത്തറിഞ്ഞാൽ ICUലല്ല 3 എണ്ണം മോർച്ചറിയിലായിരിക്കും കിടത്തുന്നത്. ഇതോടെ പറ്റത്തില്ല. ഒരു സിഗരറ്റ് ചേച്ചിയുടെ മാറിയില്ല. അപ്പോഴടുത്തത് നീ എന്താ 2 അടി കൊണ്ട് പെങ്ങനെ അങ്ങ് ചേർന്നോ? അതല്ല ദാസ, പുള്ളി വിളിച്ചിട്ട് എങ്ങനെ പറ്റത്തെന്ന് പറയണമായിരുന്നു. എടാ നിന്റെ തന്ത കഴിഞ്ഞ ആഴ്ച നിന്നെ അങ്ങോട്ട് വിളിച്ചപ്പോ നീ വീട്ടിലോട്ട് പോയടാ പുല്ലേ. അല്ല ദാസ, ഒരു 4 ദിവസത്തെ കേസല്ലേ അതിലോടുന്ന നമ്മൾ ഹാപ്പി, ജോണേട്ടൻ ഹാപ്പി. ജോണേട്ടൻ നിനക്ക് അങ്ങനെ പലതും പറയാം. കഴിഞ്ഞ ആളുടെ വേഗം വന്നപ്പോ മോൻ പുറത്തുനിന്ന് മുട്ടിട്ട് മോൻ എന്നാ കാണിക്കുമായിരുന്നു? കാറ്റ് കൊണ്ടുവരുന്നു. അല്ല നിങ്ങൾ നമ്മളെ പ്രശ്നത്തില് ഞാനെന്തിനാണ് ഇവിടുന്ന്? എടാ നീ ഇടപെടണ്ട. അറ്റ്ലീസ്റ്റ് ആ വാതിലും തുറന്നിട്ട് ഇറങ്ങി ഓടുകയും ചെയ്യായിരുന്നു. എടാ ചന്തു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ഞാൻ കൂടെ താമസിക്കുന്ന വീടാ. ഇതോടെ പറ്റത്തില്ല. ദാസ നണ്ടേ 5 ദിവസം അന്നും ഇറങ്ങിക്കോണം. അന്ന് നടന്നതിന്റെ സെക്കൻഡ് പാർട്ട് ആവാതിരുന്നാ മതി. അതങ്ങ് കണ്ണാടി നോക്കി പറഞ്ഞാൽ മതി.
എത്ര വയസ്സിലായടാ? 2. ആ ഒന്നും കൂടെ അടിച്ചിട്ടേ ഓഫാക്കി. ഓക്കേ. കുലുക്കി നോക്കിയിട്ട് എന്തോ കട്ടിയുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഇതല്ല ആ പെട്ടിക്കകത്തേ. എന്നാലും എന്തായിരിക്കും അത്? അത് നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോടാ. നമുക്കറിയേണ്ട ആവശ്യമുണ്ട്. ഇനി വല്ല സ്വർണ്ണ ബിസ്ക്കറ്റിലാണെങ്കിലോ? ഞാനായിട്ടൊന്നും ചോദിക്കാനും പോയില്ല, എനിക്കതറിയാൻ വേണ്ട. അതെടുക്കാനായിട്ട് അവർ വരുമല്ലോ. നീ എന്നെ ചോദിച്ചോ, അത് ഒരു പോറുള്ള വിട്ടെ നോക്കിയാൽ മതി. പിന്നെ എനിക്ക് നേരെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ പോരാ. ബാലു, ഇവിടെ വന്നിരിയടേ. നിന്റെ ഭാര്യ അവിടെ പ്രസവിക്കും കിടക്കുകയൊന്നും അല്ലല്ലോ, ഇങ്ങനെ തേരപര നടക്കാൻ ആണോ? അല്ല, അണ്ണൻ പറഞ്ഞത്. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് പോലും അറിയാതെയാണ് നമ്മൾ പ്രവർത്തിക്കാൻ. കാണിച്ചുതരാം. നമ്മൾ നിഴല് പോലും അവരറിയല്ല, പക്ഷെ അവരെ ഓരോ നീക്കങ്ങളും നമ്മളറിയണം. അല്ലാതെ തേരാപാര നടക്കണമല്ല. മനസ്സിലായോ? മനസ്സിലായി. പുതിയ ആളല്ലേ, പയ്യെ മനസ്സിലാവും കേട്ടോ. ഞാൻ വർക്കില്ല, പിന്നെ വിളിക്കാം. നീ എന്തിനാ ന്യൂട്രോളി കളിക്കണം? ഇങ്ങ വന്നേ. അല്ല, ഇങ്ങനെ നോക്കിയ താഴത്തെ അമ്മച്ചി പോലും ഇറങ്ങി വരില്ല. നീ ഇങ്ങനെ പാവല്ലേ? അണ്ണാ 2 ദിവസം ഇട്ട് അകത്ത് തന്നെ ഒരുത്തം ഒരു പുറത്താണ്. പേടിയാണ്. പിന്നെ നീ ഇങ്ങനെ സർവൈലൻസ് ചെയ്ത് ആർക്കും ഡൗട്ട് ഒന്നുമില്ല. അയ്യോ, ആ സംബന്ധം പറയും, ഞാനും കരിയാക്കണ്ട. ഈ കുറിപ്പൊക്കെ പുറത്തിറങ്ങി. ഞാൻ കഴിക്കാൻ പോയപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ സെർട്ട് മേടിക്കാൻ പോയി. ഉപ്പ് കിട്ടണോ? അത് ആസൻ, അത് ചന്തു. എടാ, ഇതാണ് ഞാൻ പറഞ്ഞ അമ്മാവൻ്റെ മോൻ ഉണ്ണി. ഒരാഴ്ച ഇവിടെ കാണും. അതെ, ഞാൻ ബാംഗ്ലൂർ പോകും. ചന്ദ്രശേഖർ, ചന്തു വിളിച്ചാൽ മതി. ഉണ്ണി ദാസ്, ഉണ്ണി. ചന്തു എന്താണ്? എടാ, 2 പേര് ആരാണ് അവിടെ നിൽക്കുന്നത്? കുറെ നേരമായിട്ട് എന്തുകൊണ്ടല്ലേ? വല്ല പണിക്ക് വന്ന ബംഗാളിയായിരിക്കും. ഇവിടെ വെച്ചാലേ നിങ്ങൾ ഗുണ്ടോള് വന്ന് ഇടിച്ചേ. കുറെ അടി കിട്ടിയെന്നവൻ പറഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. മനുഷ്യൻ തന്നല്ലേ കഞ്ഞി കുടിച്ചിട്ട്. ഓക്കെ ഓക്കെ. അതേ ഉണ്ണി വേടാ കളിക്കാം. പോ പോ പോ. ഹലോ അണ്ണാ, അവിടെ ഒരു പുതിയൊരുത്തം വന്നിട്ടുണ്ടണ്ണാ. എന്നിട്ടൊന്നുമില്ല അണ്ണാ. ജോണിന്റെ ടീമാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അണ്ണാ. ബാഗും ലഗേജ് എല്ലാം ഉണ്ട്. ഫ്രണ്ട്സ് എല്ലാതായിരിക്കും. 2 ദിവസമായിട്ട് അവർ കോളേജിൽ പോലും പോകാതെ അതിൻ്റെ ആ പാക്കേജിൻ്റെ അത് നല്ല കാര്യമായിട്ട് കാണുമില്ല. ജോണെന്തിന് ഇവന്മാർ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്ന് നടന്നാലും അപ്പോൾ പിന്നെ അറിയിക്കണം. ഓക്കെ അണ്ണാ. പിന്നെ എന്ത് ബോഡി നിനക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല.
എന്നാൽ എനിക്ക് പ്രശ്നമുണ്ട്. അവൻ്റെ ഒരു ചിരിയും നടത്തവും അവൻ്റെ പേര് കേട്ടോ, ഉണ്ണി. വിടറേ, ഒരാഴ്ച ഞാൻ പോകത്തില്ലേ? ഒറ്റ അവിടെ എന്ത് ചെയ്യോ? ഇവിടെ പിന്നെ എല്ലാരും വൈബാ. പിന്നെ നമ്മള് കഴിച്ചോ? ഒന്നാമതൊരു മാറം കെടുത്ത് തലക്കറി ഇരിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞില്ല. ഇത് ആരും അറിയരുന്ന്. ഇവിടെ ഉള്ളവനോ ബോധമില്ല. നീ കൂടി ഇങ്ങനെ ആവല്ലേ. പിന്നെ ഏതാണ്ടേ ഞാൻ നാളെ അതൊരു കാര്യം പറയും. കൂടെ വന്ന കട്ടയ്ക്ക്. നീ എന്താ പറഞ്ഞു വരുന്നത്? എടാ, നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിലാണല്ലോ. നമ്മളെന്തിനെ അറിഞ്ഞുകൊണ്ട് അവനെ കൂടി ഇന്നത്ര ഇൻവോൾവ് ആക്കുന്നത്. എന്ത് സിറ്റുവേഷൻ? എടാ, ജോണിൻ്റെ സാധനം ആത്തിരിക്കുമല്ലേ. ജോണായിട്ട് ഞാൻ പറഞ്ഞോളാം എൻ്റെ അനിയനാണെന്ന്. ഓ, നീ വലിയ എടാ, ദാസം പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് അവരുടെ ദേഷ്യം ഉണ്ടായിട്ടില്ലല്ലോ. നിന്റെ അനിയനെന്ന് ഞങ്ങളോട് അനിയനല്ലേ? അതുകൊണ്ട് തൽക്കാലത്തേക്ക് അക്കൗണ്ട് PG-ലോട്ട് മാറ്റാൻ. അതാകുമ്പം നിനക്കിവിടുന്ന് മാറുകയും ചെയ്യാം. അവനൊരു കൂട്ടുമാവുമല്ലോ. അതൊന്നും വേണ്ട, അവനോടെ തന്നെ ആയിരിക്കും ബാംഗ്ലൂർ പോകുന്നവരെ. പിന്നെ ഇത് ഞാനിവിടെ വളർക്കുന്ന വീടാ. ഞങ്ങൾ ഞങ്ങളിവിടെ ഊതാൻ നിൽക്കുമല്ല. ഇവിടെ ഞങ്ങളോട് തീരുമാനിക്കും ആരൊക്കെ താമസിക്കണമെന്ന്. ദാസാ, നിനക്ക് എന്തിനോട് എന്തിനാണ് അത്ര കിടപ്പെന്ന് എനിക്കറിയാം. പക്ഷെ ചന്തു, നീ ഇതിന് കൂട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നീ പറഞ്ഞല്ല എൻ്റെ നിങ്ങളുടെ കൂടെ തന്നെയാണെന്ന്. ഇവിടെ എന്നെ തന്നെ നിങ്ങൾ പരിഗണിക്കുന്നില്ല. അത് അന്ന് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. അവനോടെ പോകാനാണ്. അവനാ പോയി സ്പീഡിങ് തിരിച്ചു വരും. ഇവരോടൊത്ത മുത്തോട്ട് നറ്റിക്കുക. ഞാൻ പറഞ്ഞില്ലയോ അവനാ പോയി സ്പീഡ് തിരിച്ചു വരുന്നു. ആരാ? എൻ്റെ പേര് അമർനാഥ്. അമർനാഥ് IPS. ഇപ്പൊ സസ്പെൻഷനില്ല. ഓ സാറെന്താ ഇങ്ങോട്ടൊക്കെ? പറയാം. നിങ്ങൾക്ക് ജോണിനെ അറിയോ? ഇല്ല. ജോൺ ഇവിടെ വന്നതും നിങ്ങൾ ആളുമാറി തല്ലിയതും എല്ലാം എനിക്കറിയാം. പിന്നീട് എപ്പോഴെങ്കിലും ജോൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ എത്ര വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്നറിയോ? ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് ആദ്യമായി പോസ്റ്റിംഗ് കിട്ടുന്നത് ഇവിടെയാണ്.
അന്നുകൂടി ഞാൻ കേൾക്കാൻ തുടങ്ങിയ പേരാണ് ജോൺ. ഹീസ് എ ഡെവിൾ ഇൻ ഡിസ്ഗൈസ്. പ്രായം കുറവാണെങ്കിലും അവൻ ചേർത്ത് ഇല്ലീഗൽ ബിസിനസ് ഇല്ല. മറ്റ് ഗാങ്സ്റ്റേഴ്സിനെ പോലെ പോലീസിന് അവനെ പിടികൂടാൻ മതിയായ തെളിവുകളോ സാക്ഷികളോ ഇല്ല. But I had a perfect plan. പക്ഷേ മിസ്സായിപ്പോയി. Then comes Razak, the notorious, the most wanted. 2 മാസം മുമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരെ കൊന്നിട്ട് ജയിൽ ചാടിയതാണ് അവൻ. കറക്റ്റായിട്ട് പറഞ്ഞാൽ ജോണിൻ്റെ അനിയനെ തല്ലി ഹോസ്പിറ്റലാക്കിയതിൻ്റെ തലേ ദിവസം. അവനെവിടെയാണെന്ന് പോലീസിനോ എന്തിനും ജോണിന് പോലും അറിയില്ല. പക്ഷേ റസാക്കിൻ്റെ ടാർഗറ്റ് അത് ജോണാണ്. അതുകൊണ്ടാവണം ജിമ്മിനെ പോലും അവൻ കൊല്ലാതെ വിട്ടത്. ലൈക്ക് എ സിഗ്നൽ. നിങ്ങൾ പിള്ളേരാ, യു ഗൈസ് ഹാഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ്. ഇത് വെറും ഒരു പോലീസുകാരൻ്റെ ഓറിയന്റേഷൻ ക്ലാസ് ആയിട്ട് കരുതണ്ട. അകത്തിരിക്കുന്ന സാധനം എടുത്ത് നിങ്ങളെ 2 പേരെ അകത്താക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എനിക്ക് വേണ്ടത് ജോണിനെയാണ്. ആൻഡ് ദിസ് ഈസ് പേഴ്സണൽ. ദാസാ, നമുക്ക് സാധനം കൊണ്ട് തിരിച്ചു കൊടുത്താലോ? എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ? എടാ അങ്ങനെയല്ല, നമ്മളൊന്നും പരിപാടിയല്ല. ഞാൻ വൈകിട്ട് തരാം, ജിമ്മണ്ണ വിളിച്ച് കാര്യം പറയാൻ പോവാ. ഹലോ. ആ ഹലോ അണ്ണാ, മറ്റന്നാൾ കുഞ്ഞമ്മേരോളെ കല്യാണമായിരുന്നേ. അതിന് അല്ല, എനിക്കാണെങ്കിൽ ചെന്നേ പറ്റൂ. നീ നോക്കോ? അതല്ല, നമ്മുടെ സാധനം അത് എടുക്കാൻ. അമ്മാരവിടെ ഇല്ലേ? ഇല്ല, അമ്മാരുടെ കൂടെ വരുന്നുണ്ട്. അണ്ണനൊന്ന് വരാൻ പറ്റുമോ? എനിക്ക് ഞാൻ അങ്ങോട്ട് വരാം. അണ്ണാ ഹലോ, കേൾക്കാവോ? ആ വീട്ടിൽ നിന്ന് നീയൊക്കെ പുറത്തിറങ്ങിയ കല്യാണത്തിന് പാർട്സ് ആയിട്ടായിരിക്കും നീ കരുതുന്നത്. പാക്കേജ് എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം ഞാൻ തീരുമാനിക്കും. പോയി കഞ്ഞി വെച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. അവൻ്റെ കുഞ്ഞമ്മയുടെ കല്യാണം. ആടാ നീക്ക. ആരാടെ ഇവനെ തല്ലിയേ? ഞാനാണ്. ഇന്നോടൊക്കെ ഇവനെ കൊണ്ടുവരാനാണോ പറഞ്ഞു? അല്ല തട്ടിക്കൊണ്ടുവരാനാണോ? സോറി മോനെ. എവിടെയാടാ അവൻ മരുന്നിന് അടിച്ചേ? ഇവനൊക്കെ നിങ്ങളൊക്കെ ആരാ? ഞാൻ റസാക്ക്. ജോൺ പറഞ്ഞിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തിന്? ഒന്നും പറയണ്ട മോനെ. ജോണിൻ്റെ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ നിങ്ങളെ സേഫാക്കാൻ ജോണാണ് ഞങ്ങളോട് പറഞ്ഞത്. പേടിക്കണ്ട, മോൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ജോണേട്ടൻ്റെ ഫ്രണ്ട്സാ? ഞാൻ വിചാരിച്ച വല്ല ഗാങ്സ്റ്റേഴ്സ് ആയിരിക്കും. എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഉള്ളൂന്നാ. അവന്മാരുണ്ടായിരുന്നു അവിടെ. അല്ല, ആ പാക്കേജ് ഇപ്പോഴും അവിടെ ഉണ്ടോ? ആ, അത് ചന്തുവിൻ്റെ കടലടി സേഫാ. അതിനുള്ളിൽ എന്താ? ജോൺ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അതാ അറിഞ്ഞൂടാ. അത് ജിമ്മെണ്ണം തുറന്നു നോക്കല്ലേ തുടങ്ങിയിരുന്നേ. എന്നാലും ഇല്ല, അറിഞ്ഞൂടാ. മഹേന്ദ്ര, എന്തെണ്ണ ഈ മോൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. ഓണ മോൻ എന്താ വേണ്ടേ? ഒരു ഫ്രൈഡ് റൈസ്, ഒരു ലൈം സോഡ. എന്തേലും മേടിച്ചു കൊടുക്കുക. ഓണ ജീപ്പൻ ചേട്ടാ. ആ പാക്കേജ് എനിക്കിവിടെ കിട്ടണം. ആദ്യം പറഞ്ഞ സാധനം മേടിച്ചു കൊടുക്കുക, എന്നിട്ട് ഒരുമിച്ച് ചേർക്കുക. ഓണ ആ അവൻ്റെ ഒരു വിവരം കൊല്ലുണ്ട്.
അവൻ്റെ അമ്മയാണ് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എന്തോന്ന് പറയോടാ? എടാ അക്കൂടത്തിൽ വിളിച്ചു വെച്ചോ? വിളിച്ചു നോക്കി പോയി നോക്കി അവിടെ ഒന്നും പോയിട്ടുമില്ല. എടാ നമുക്ക് ടൗൺ വരെ പോയി നോക്കിയാലോ? നീ വല്ല കഴിക്കാൻ നോക്ക്. മോൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാ? നല്ല ക്ലോസ് ആണോ? പാവങ്ങളാ. 3 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച ഒരു വീട്ടിൽ. എനിക്ക് അവന് വലിയ കാര്യമാണ്. ഇച്ചിരി പെണ്ണാളേക്കാണെങ്കിലും അവർക്ക് എന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ ഞാൻ ഇറങ്ങി നിൽക്കുന്ന. എന്തിനാ പെണ്ണുങ്ങി? നാട്ടിൽ നിന്ന് എൻ്റെ മോൻ്റെ മോൻ വന്നിട്ടുണ്ട്. അവന്മാർക്ക് അത്ര പിടിച്ചിട്ടില്ല, അതാ. വാ വാടാ ഉണ്ണേ. നീ എങ്ങനെ അകത്തെറിയ? അല്ല ഏട്ടാ, ആ ബൈക്കിൽ വഴിടാ. നീ ഒരു ഗുണ്ടയാണടാ. സോറി റേഡി സീറോ. പോയി തരത്തിന് പോയി കളയടാ. അമ്മേ അയ്യോ. അവനെ അത് ഉത്സവം പറയുമ്പോൾ എടിയുണ്ടാക്കിയിട്ട് 1-ാം പ്രതിയാണ്. അപ്പം ആ കേസിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവനെ ബാംഗ്ലൂർ കഴിക്കാൻ നിന്നത്. പിന്നെ കോളേജ് തുറക്കാൻ 1 മാസം സമയങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് അവൻ അവിടെ വന്നത്. ഓടറാ ബാലു. പതിയെ പോണ. ഞാൻ കയറിയില്ല. ആ പൊട്ടണ. ആ കാലപടം ജോ നമ്മളെ കൊല്ലും.
വരാൻ ലേറ്റായോ? അണ്ണാ അവന്മാര് വന്ന് കയറടാ. സാധനം കേറ. ഇതാണോ നിങ്ങൾ അടിച്ച ഗുണ്ട? ഗുണ്ടയല്ല, ഗ്യാങ്സ്റ്റർ. എത്ര നേരം വേണോടാ? ഇപ്പൊ ശരിയാക്കി തരാം അണ്ണാ. നീയാണല്ലേ റസാക്ക്? നിന്നെപ്പറ്റി ഒരുപാട് വെള്ളപ്പ് ഞാൻ കേട്ടായിരുന്നു. ഐ ആം ഇംപ്രസ്ഡ്. ഇത് ചെറിയൊരു നമ്പർ, അതിൽ നീയും വീണു, മദനും വീണു. കഴിഞ്ഞ ഡീൽ തൊട്ടേ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേക്ക് കൺസ്യൂമെൻ്റ് ഉണ്ടാക്കി നിന്നെ അവനെ ഞാൻ വീഴ്ത്തിയത്. ഒരു കല്ലുകൊണ്ട് രണ്ട് പക്ഷികൾ. എന്നെ വരുത്തിയത് നിന്നെ പണിയാനാ.
അല്ലാതെ നിന്റെ ഡീലിങ്സ് മോട്ടിക്കാനല്ല. ഇതൊക്കെ നിന്റെ ബോസ്മാർക്കുള്ള പ്രസാദം മാത്രം. എൻ്റെ പ്ലാൻ വേറെയാണ് ജോൺ. ഞാനിത് നിങ്ങളെ കൊല്ലാൻ പോവാ. നീ കൊന്നു. നിന്നോട് ആരാ പറഞ്ഞു ഉമ്മാരൻ്റെ മറ്റടുത്ത അവന്മാരാ? ഉമ്മാരെ കൊന്ന എനിക്കിട്ടില്ല. ഒന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇവന്മാരെ വെച്ചോണ്ടിരുന്നിട്ട് നീയും സേഫ് ആവില്ല. ജോണേട്ട ഇയാൾ മൊത്തം ഉടായിപ്പാ. അല്ലെങ്കിൽ നമ്മളെ കൊന്നിട്ട് നിങ്ങളെ തന്നെ കെട്ടിക്കളാനാ. ഞാൻ എല്ലാം കേട്ടായിരുന്നു. അടിച്ചു ഉണ്ണിയപ്പം വരെ കളയും. ദാസനെന്തേ? ദാസോ ദേവിയേ.
വാടാ പ്ലീസ്. അവന്മാരെ വെറുതെ വിട്ടത് മോശമായ പാടാ. മണ്ടന്മാരാ. എൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവന്മാരെ മേലുണ്ടാവും. എനിക്ക് പകരം വേറെ ആളെ അവർക്ക്. ഫൈനൽ ഓഫർ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ മുമ്പിൽ ആരും വരില്ല. നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാനില്ല. എന്താ കളിക്കുന്നത്? നേഴ്സിംഗ് നല്ലതാടാ. എടാ ആദി, എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? സോറിടാ. രാവിലെ അങ്ങനെ പറഞ്ഞതിന് ഞാൻ സോറി. പക്ഷെ ഇട്ടിട്ട് പോയ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ ശരിക്കും പറഞ്ഞതാ. എടാ ഞാൻ ചന്തു പറഞ്ഞു. നീ എവിടെ വെച്ച് പറഞ്ഞേ? എന്നെ കൂടെ കൊണ്ടുപോടാ. ബാലു, ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ലടാ. എന്തൊക്കെയായിരുന്നു സർവേലൻസ്, കിഡ്നാപ്പ്, ചേസ്, ഫൈറ്റ്. നമുക്ക് ബോംബേക്ക് വിട്ടാലോ? എന്തിന്? അതാകുമ്പോൾ അവിടെ പോയി റോക്കി ബൈനെ പറയും ഗാങ്സ്റ്റർ ആവാം. നീ കാലൊന്ന് നേരെ എടുത്ത് പോയി. ഇവിടെ ഉള്ളവന്മാരെ അടി കൊള്ളാൻ വയ്യ, എന്നിട്ടാണ് ഹിന്ദിക്കാരന്മാരെ അടി. ഇനി നമുക്ക് ഗുണ്ടാ പണിയൊന്നും വേണ്ട, വല്ല പണിയെടുത്ത് ജീവിക്കാടാ. നല്ല വേദന ഉണ്ടല്ലേ? കഷ്ടം. ദേവി, എങ്ങോട്ടാടാ? മൂന്നാറിലേക്ക് ട്രിപ്പ് പോയാലാന്ന്. അടുത്ത ബസ്സിലേക്കാ. അയ്യോ അത് വേണ്ട. കേറാ. അയ്യോ അത് ബുദ്ധിമുട്ടാവില്ലേ? വേണ്ട. ആർക്ക് ബുദ്ധിമുട്ട്? അല്ല ചേട്ടന്. നീയൊക്കെ കയറുന്നല്ല, നിന്നെ കാനേജ് കേട്ടോ. അയ്യോ അത് വേണ്ട ചേട്ടാ. കേരള ബാക്കി ഞാൻ
മദൻ 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 താനായിരുന്നല്ലേ ഇതിൻ്റെ പുറകെ ദ മാസ്റ്റർ ബ്രെയിൻ. എന്തിനായിരുന്നു നീ നടന്നു? നിനക്ക് വേണ്ടിയിരുന്നത് പറഞ്ഞ പോലെ അനുസരിക്കുന്ന ഒരുത്തനായിരുന്നു. പക്ഷെ നീ അവനോട് മാറി ജോൺ. അജ്ഞാനം മാറി അപേക്ഷിക്കേണ്ട അവസ്ഥയെ എന്നെ കൊന്ന. വേറെ ആള് വരുമെന്നായിരിക്കും. മൂട് പോയി. വാ 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 വാ, വണ്ടി കയറിക്കില്ല. എന്നെ ഇവിടെ ജീവനോട് വിട്ടിട്ട് പോയാ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ജോൺ? പേർക്ക നിനക്ക് വേണ്ടി തേർഡ് പാർട്ട് ഇറക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ നിൻ്റെ മുകളിലുള്ളവന്മാരോട് പറയണം, അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഗുഡ് ബൈ. ഡാ കയറ് കയറ്. വീട്ടിൽ ചാളക്കറിയുണ്ട്, കൂട്ടി അടിക്കുക.